സംഭവം നേരിൽക്കണ്ട ദൃക്സാക്ഷി അയൽവാസിയും വാട്ടർ അതോറിറ്റി ജീവനക്കാരനുമായ ഗംഗാധരന്റെ മൊഴിയാണ് പ്രശ്നം. അതെ, പ്രൈം വിറ്റ്നസ് ആണ്. കൃത്യം നടന്നിരിക്കുന്നത് 2022 ജൂലൈ 7 വ്യാഴാഴ്ച കാലത്ത് 10-നും 10:30 അല്ലേ? അതെ. ഈ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഒപ്പിട്ടിരിക്കുന്ന ഗംഗാധരൻ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ആ, ഞാനത് വെരിഫൈ ചെയ്താണ്. അതാണ് ഇപ്പൊ പ്രധാന തെളിവായിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. ഈ ഗംഗാധരൻ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാ ഞാനത് ഒരു സാധ്യതയാണ്. ഈ വിക്ടിം അഡ്മിറ്റ് ആയിരിക്കുന്ന മെഡിക്കൽ കോളേജും ഗംഗാധരൻ ജോലി ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ഓഫീസും തമ്മിൽ 2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, ലീവ് നഷ്ടപ്പെടാതിരിക്കാൻ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശരിയാ. ഒന്ന് ചെക്ക് ചെയ്യും. ഞാൻ ചെക്ക് ചെയ്യാം. അത് വിട്ടുപോയി. ഒപ്പിട്ടിട്ടുണ്ട്. അതെങ്ങനെയാ വക്കീലേ? ഒരാൾ ഒരേ സമയത്ത് 2 സ്ഥലത്തുണ്ടാവാം. പക്ഷെ അയാൾ കൃത്യം കണ്ടെന്നുള്ള ഉറപ്പാണ്. അതില്ലെന്ന് നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും? ഇവിടെ വക്കീലേ, ഹലീബി അത് പ്രതിക്ക് മാത്രമല്ല വാദിക്കും ബാധമാക്കാം. കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രതി സംഭവ സ്ഥലത്തില്ല എന്ന് തെളിയിക്കുന്ന പോലെ തന്നെയാണ് കൃത്യം കണ്ടയാൾ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത്. അതുകൊണ്ട് സാക്ഷിയായാൽ അയാളുടെ ജോലി പോകുന്നെന്ന് പറഞ്ഞാൽ മതി. അയാൾ മൊഴി മാറ്റിക്കോളും. ഐ വിറ്റ്നസ് മൊഴി മാറ്റിയാൽ പ്രോസിക്യൂഷൻ വീക്കാവും. വാദം 1, കുറ്റക്കാരനാണെന്ന് പറയപ്പെടുന്ന വ്യക്തി ആത്മനിയന്ത്രണമില്ലാതിരിക്കെ ആ സാഹചര്യത്താലുണ്ടായ പ്രകോപനം മൂലമോ തെറ്റുമൂലമോ യാദൃശ്ചികമായോ ആ പ്രകോപനം നൽകിയ വ്യക്തിയുടെ മരണത്തിനിടയായാൽ ആ കുറ്റകരമായ നരഹത്യ കൊലപാതകമല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 300. കൊലയ്ക്കുപയോഗിച്ച ആയുധം തനിക്ക് എവിടെ നിന്ന് കിട്ടിയതാ? വീടിന്റെ അടുക്കളോട് മാറ്റി വാർപ്പാക്കാൻ പൊളിച്ചിട്ടിരിക്കുക. അതിനടുത്ത് നിർത്താം. വാദം 2, ഇതൊരു കൊലപാതകമല്ല, മറിച്ച് അപകട മരണമാണ്. വീട് പണി നടക്കുന്നതിനിടയിൽ കാല് തെറ്റി വീണ് കമ്പിയിൽ തലയിടിച്ചാണ് മരണമുണ്ടായത് എന്നുകൂടി വാദിക്കണം. അല്ലെങ്കിൽ കേസിൽ പുനരന്വേഷണം ഉണ്ടാവും. മനസ്സിലായില്ലേ? പ്രതി കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആയുധം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കയ്യിൽ കരുതിയതല്ലാത്തതിനാൽ വകുപ്പ് 300 പ്രകാരം പ്രതിയിൽ ആരോപിക്കപ്പെട്ട കുറ്റം അപവാദമായി കണക്കാക്കപ്പെടും. ഇപ്പൊ ലൂപ്പോൾസ് എല്ലാം കിട്ടിയില്ലേ? ആ, കിട്ടി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ.